ഒരു കൺസെപ്റ്റും അതിൽ നിന്ന് ചോദിക്കുന്ന രണ്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്താലോ? യെസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും കപ്പാസിറ്റൻസിലെ സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് ആണ് നമ്മുടെ കൺസെപ്റ്റ്. വളരെ ചുരുക്കി പറഞ്ഞ സിമ്പിൾ ആണ്. രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് എടുക്കുക, ഒന്ന് Q1 മൈനസ് Q2. അതിൽ ഒന്ന് വലുതും ഒരെണ്ണം ചെറുതുമായിരിക്കണം മാഗ്നിറ്റ്യൂഡ് വൈസ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ സീറോ ആകുന്ന രണ്ട് പോയിന്റുകൾ ഉണ്ടാവും. ഒന്ന് ബിറ്റ്വീൻ ദ ചാർജസ് ആയിരിക്കും, അതിനെ ഞാൻ എ എന്ന് വിളിച്ചു. മറ്റൊന്ന് ചെറിയ ചാർജിന്റെ പുറത്ത് ഔട്ട്സൈഡ് ആയിട്ടായിരിക്കും, അതിനെ ഞാൻ ബി എന്ന് വിളിച്ചു. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ രണ്ട് സിമ്പിൾ ഫോർമുലാസ് ഉണ്ട്. അതിൽ എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇൻസൈഡ് ചാർജ് അതായത് ഇൻസൈഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എപ്പോഴും മാഗ്നിറ്റ്യൂഡ്സ് മാത്രമേ എടുക്കാവുള്ളൂ. Q2R by Q1 plus Q2. സിമ്പിൾ ആണ്. അതേപോലെ ഔട്ട്സൈഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എല്ലാം നെഗറ്റീവ്, ദാറ്റ് സ്മോളർ ചാർജിന്റെ അടുത്താണ് വരുന്നത്. ഔട്ട്സൈഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ Q2R by Q1 minus Q2. ഇവിടെ എല്ലാം ചാർജ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇൻസൈഡ് പോയിന്റും ഔട്ട്സൈഡ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് പോയിന്റുകളാണ് ജനറലി ഉണ്ടാവുക. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. സോ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ടൈപ്പ് 1. പോയിന്റ് ചാർജ് Q1 and Q2 2 മൈക്രോകൂളമ്പും -1 മൈക്രോകൂളമ്പും are kept at points x equal to 0 and x is equal to 6 respectively. Electric potential will be 0 at points എന്ന് പറഞ്ഞിട്ട് x എന്നുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പടം വരച്ച് അനലൈസ് ചെയ്യാം. സിമ്പിൾ ആണ്, നമുക്ക് ആ ഇക്വേഷൻ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മളിത് ചെയ്തു തീരും. രണ്ട് പോയിന്റ് ചാർജ് ഉണ്ട്. രണ്ട് പോയിന്റ് ചാർജ് എന്തൊക്കെയാണ്? രണ്ടും -1 രണ്ടും -1. അതൊന്ന് x equal to 0, ദാറ്റ് ഈസ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 6 ഡിസ്റ്റൻസ് മാറി, 6 ദൂരം മാറി -1 വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒന്ന് 2ഉം മറ്റൊന്ന് -1 നമുക്ക് എയും കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞ ഇൻസൈഡ് ആണ്, ബി എന്ന് പറഞ്ഞ ഔട്ട്സൈഡുമാണ്. അപ്പൊ എയുടെ ഇക്വേഷൻ നമുക്കറിയാം. എ എന്ന് പറഞ്ഞാൽ ചെറിയ ചാർജ് ഇൻറ്റു R ബൈ വലിയ ചാർജ് പ്ലസ് ചെറിയ ചാർജ്. പക്ഷെ ഇവിടെ എപ്പോഴും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുകയാണ്. സോ ഇവിടെ ചെറിയ ചാർജ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആൾക്കാർ തമ്മിലുള്ള ദൂരമാണ്. അപ്പൊ ഇൻറ്റു 6 എന്ന് കൊടുക്കാം. ബൈ ഈ രണ്ടും -1 മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. 2 + 1 എന്ന് വരും, കാരണം ചാർജുകൾ രണ്ടും ഒന്നുമാണ് മാഗ്നിറ്റ്യൂഡിൽ. സോ 6/3 എന്ന് വരും. 6/3 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ എനിക്ക് ഇവിടെ 2 എന്ന് കിട്ടി. ബി എന്ന് പറഞ്ഞാൽ ഇതേപോലെ Q2R by Q1 plus Q2 ആണ്. Q2 നേരത്തെ പോലെ 1 തന്നെ, R 6 ആണ്. Q1 plus Q2 അല്ല, ഇവിടെ മൈനസ് വരും, കാരണം ഇക്വേഷനിൽ മാറ്റമുണ്ട്. നമ്മൾ ബിയുടെ ഇക്വേഷനിൽ Q1 minus Q2, എയുടെ ഇക്വേഷനിൽ Q1 plus Q2. സോ ഇവിടെ മൈനസ് ആണ് ഇക്വേഷൻ. അപ്പൊ 2 - 1 എന്ന് വരും. 2 - 1 3 ആണ്. സോ 2 - 1 1 ആണ്. അപ്പൊ 6/1 6 എന്ന് കിട്ടും. അപ്പൊ B = 6 കിട്ടി, A = 2 കിട്ടി. ഇത് നമ്മൾ നോക്കേണ്ട അതാണോ ഓപ്ഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ അതല്ല, x എന്നുള്ള ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് x 0 നിന്ന് എടുക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം, അല്ലാണ്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. ഇതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനല്ല, അതിന് പകരം ഇവിടുന്ന് എത്ര ദൂരത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് ചോദ്യം. മൊത്തം 6 ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം ഇവിടുന്ന് ഇവിടം വരെ 2 ആണ്. അപ്പൊ ഈ ദൂരം 4 ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് 4 ആണെന്ന് പറയാം. അടുത്തത് ഇവിടുന്ന് ഈ B = 6 വരെ എത്ര ദൂരമുണ്ടെന്നാണ് ചോദ്യം. ഇവിടുന്ന് 6 ആണ്, ഇവിടുന്നും 6 ആണ്. 6ഉം 6ഉം കൂടെ കൂട്ടി 12 എന്ന് വരും. അപ്പൊ 4ഉം 12ഉമാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെയിം ലോജിക്കിൽ എന്നാൽ ചെറിയൊരു വ്യത്യാസത്തിൽ ഇങ്ങനെയും ഒരു ചോദ്യം ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 2 point charges Q and -Q/4 placed along the x-axis separated by a distance R. Take -Q/4 placed at origin at the right of Q. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ബാക്കി എല്ലാം എന്താണ്? നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ആ ഒരു പോയിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. Qവും Q/4 ആണ് എന്നാണ് പറയുന്നത്. Qവും -Q/4 ആണ്. രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഒരു ചാർജ് ചെറുതുമാണ്. അപ്പൊ നമുക്ക് ചെറിയ ചാർജിന്റെ ഇക്വേഷൻ കൊടുത്ത് ഈസി ആയിട്ട് ചെയ്യാം. ഇവർ തമ്മിലുള്ള ദൂരം 6 ആണ് എന്ന് പറയുന്നുണ്ട്. ഒരു ചെറിയ കാര്യം കൂടെ പറയുന്നുണ്ട്. ക്യൂവിന് റൈറ്റിലാണ് -Q/4. അത് മാത്രമല്ല -Q/4 ഒറിജിനിലാണ്. എന്ന് വെച്ചതിന്റെ അർത്ഥം എന്താണ്? 0യിൽ നിന്നാണ് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത്. ഇങ്ങോട്ട് മെഷർമെന്റ് എടുത്താൽ അത് നെഗറ്റീവ് എക്സ് ആക്സിസ്, ഇങ്ങോട്ട് മെഷർമെന്റ് എടുത്താൽ അത് പോസിറ്റീവ് എക്സ് ആക്സിസ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ എയും ബിയും ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചാൽ മതി. എക്സ് എന്നുള്ള ഡിസ്റ്റൻസ് ഒന്നും എടുത്ത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യണ്ടെന്നർത്ഥം. കുറച്ചും കൂടെ ഡയറക്റ്റ് ആയിട്ടാണ് ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയില്ലേ? സിമ്പിളായി. അപ്പൊ നമുക്കിനി എ കണ്ടുപിടിക്കാം. എ എന്ന് പറയുമ്പം Q2 Q/4 ഇൻറ്റു ഡിസ്റ്റൻസ് R ബൈ Q plus Q/4 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ Q/4R ബൈ 5Q/4R എന്ന് വരും. വെട്ടിക്കളഞ്ഞാൽ R/5 എന്ന് വരും.
അപ്പൊ ഈ ദൂരം r/5 ആണ്. പക്ഷെ ഞാൻ സീറോയിൽ നിന്നാണ് എപ്പോഴും മെഷർമെന്റ് എടുക്കേണ്ടത്. സീറോയിൽ നിന്ന് ഇങ്ങോട്ടല്ലേ മെഷർമെന്റ് എടുത്തേ. അപ്പൊ അതിന് എനിക്ക് -r/5 എന്ന് കൊടുക്കാം. ഇനി അടുത്ത b കണ്ടുപിടിക്കാം. ചെറിയ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ q മൈനസ് q/4 എന്ന് വരും. അപ്പൊ 3q/4 എന്ന് വരും. അപ്പൊ എനിക്ക് q/4/3q/4 ഇൻറ്റു r എന്ന് എഴുതാം. r/3 അത് ഇങ്ങോട്ട് തന്നെയാണ്, അപ്പൊ പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് -r/5 പ്ലസ് r/3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അറ്റ് x = r/3 only, അറ്റ് x = -r/5 only, both 1 and 2. ബോത്ത് 1 and 2 കൊടുത്തൂടെ? കൊടുക്കാം, കാരണം രണ്ട് കേസിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ഒരു കൺസെപ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം, നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ.